അജുവിനും നച്ചുവിനും ഒരിക്കലും പിരിയാൻ പറ്റില്ലെന്നും കാണാതിരിക്കാൻ പറ്റില്ലെന്നൊക്കെ എനിക്ക് ഇവരെ കണ്ട് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മനസ്സിലായതാണ്. ഞാൻ നാട്ടിൽ ചെന്നിട്ട് എല്ലാവരോടും ഞങ്ങളുടെ കാര്യം പറയും. മുത്തശ്ശനൊക്കെ മാമ നാട്ടിൽ സ്ഥിരമായി നിൽക്കാൻ വരുന്നു എന്നറിയുമ്പോൾ ഒരുപാട് സന്തോഷവും. ഞങ്ങൾ ഇവിടെയെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് നാട്ടിലേക്ക് പോകാം എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ആരെങ്കിലും വന്ന് എല്ലാം നോക്കേണ്ടി വരും. ഇപ്പൊ വലിയ പ്രോബ്ലം ഇല്ലെങ്കിലും പിന്നീട് അതൊക്കെ ബുദ്ധിമുട്ടാവും. ഇന്ന് രാത്രി നമുക്ക് ഇവിടെ തന്നെ ഫുഡൊക്കെ എല്ലാവർക്കും കൂടി ഉണ്ടാക്കാം അല്ലേ? അതാ നല്ലത്. കുറെ ആയില്ലേ പുറത്തുനിന്നും കഴിക്കുന്നു. പിന്നീട് എല്ലാവരും കൂടി ഒരുമിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച ശേഷമാണ് ഉറങ്ങിയത്. അജുവും അച്ഛനും അമ്മയും അവരുടെ വീട്ടിലേക്ക് പോയതോടെ നച്ചുവും ശിവയും പപ്പയ്ക്കും അമ്മയ്ക്കും ഗുഡ് നൈറ്റ് പറഞ്ഞ് അവരുടെ മുറികളിലേക്ക് പോയി. ശിവ നച്ചുവിനെ ചേർത്ത് പിടിച്ച് മുകളിലേക്ക് കയറുന്നത് നന്ദനും നാൻസിയും സന്തോഷത്തോടെ നോക്കി നിന്നു. നമ്മുടെ മോളെ ശിവ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അല്ലേ നന്ദേട്ടാ? നമുക്കും അതല്ലേ നാൻസി വേണ്ടത്? ദയവേട്ട നാളെ പോയ ഇനി എപ്പോഴാ കാണാൻ പറ്റുന്നത്? ദേ നച്ചു, ഇപ്പോഴേ ഇങ്ങനെയൊന്നും പറയാതെ, എനിക്ക് കൂടി വിഷമാവും. മാമ ഒക്കെ പറഞ്ഞില്ലേ നാട്ടിൽ സെറ്റിൽ ആവാമെന്ന്. പിന്നെ നമുക്ക് എന്നും കാണാലോ. അതിന് കുറച്ചു നാൾ കൂടി കാത്തിരിക്കണം എന്നല്ലേ ഉള്ളൂ. അതുവരെ നമുക്കിങ്ങനെ പ്രേമിച്ച് നടക്കാം. രണ്ടുപേര് തമ്മിൽ കല്യാണത്തിന് മുമ്പ് പരസ്പരം നല്ലോണം മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതല്ലേ നച്ചു? ലൈഫ് കുറച്ചുകൂടി നന്നായിട്ട് എൻജോയ് ചെയ്യാൻ അത് സഹായിക്കും. ഇപ്പൊ തന്നെ നമുക്ക് കുറച്ചൊക്കെ ഇഷ്ടാനിഷ്ടങ്ങൾ പരസ്പരം അറിയാം. നമ്മുടെ കല്യാണമൊക്കെ ആവുമ്പോഴേക്കും എന്നേക്കാൾ കൂടുതൽ നിനക്ക് എന്നെ അറിയാൻ പറ്റും. പിന്നെ കാത്തിരിപ്പും ഒരു സുഖമല്ലേ? പോയി കിടന്നു. നാളെ രാവിലെ എയർപോർട്ടിൽ പോവേണ്ടതല്ലേ? ഞാൻ ഇന്ന് ദേവേട്ടന്റെ കൂടെ കിടക്കട്ടെ? അത് വേണോ മോളെ? റിസ്ക് ആണ്. എനിക്ക് തന്നെ എന്നെ വിശ്വാസമില്ല. നമുക്ക് രണ്ടാൾക്കും എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് കിടക്കാം. ഇനി എത്ര നാൾ കഴിയണം ഇങ്ങനെയൊക്കെ കിടക്കാൻ? സംസാരിച്ചുകൊണ്ട് കിടക്കണം എന്നൊക്കെ എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷെ ചിലപ്പോഴൊക്കെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാൾ കൂടെ ഉണ്ടാവുമ്പോൾ മനസ്സൊന്നും നമ്മൾ വിചാരിച്ചെടുത്ത് നിൽക്കില്ല മോളെ. അതാണ് എനിക്കൊരു പേടി. അതിനല്ലേ ഞാൻ ദേവേട്ടന്റെ കൺട്രോൾ പോവാതെ ഞാൻ നോക്കിക്കോളാം. പിന്നെ നോക്കാൻ പറ്റിയ ഒരാൾ ഞാൻ നിന്നോട് നാട്ടിലുള്ളപ്പോൾ തന്നെ പറഞ്ഞിട്ടില്ലേ? മറ്റുള്ളവർ ഇതുപോലെയുള്ള ഡ്രസ് ഇട്ട് ശരീരം കാണിച്ച് മുന്നിൽ നിന്നാൽ എനിക്കൊന്നും തോന്നില്ല. പക്ഷെ നീ എന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോ എനിക്ക് അറിയില്ല ചിലപ്പോ എന്തൊക്കെയാ തോന്നുന്നതെന്ന്. നീ എന്റെ സ്വന്തമാണെന്ന വിശ്വാസമാണ് അതിന്റെ മെയിൻ കാരണം. നിനക്ക് എന്നോടുള്ള സ്നേഹം ചിലപ്പോഴൊക്കെ നിന്റെ മുഖത്ത് വല്ലാതെ കാണുമ്പോഴാണ് എനിക്കെല്ലാം കൈവിട്ടു പോകുന്നത്. അല്ലാതെ നിന്റെ ശരീരം കാണുന്നത് കൊണ്ട് മാത്രമല്ല. അങ്ങനെ ശരീരം കണ്ടിട്ട് ഒരാളോട് മോഹം തോന്നുന്നെങ്കിൽ അവിടെ പ്രണയമില്ലല്ലോ. നിനക്ക് ഇഷ്ടമല്ല എന്ന് നീ പറഞ്ഞാൽ ഞാൻ പിന്നെ ഒന്നും ചെയ്യില്ല. പക്ഷെ നീ അത് പറയുന്നില്ലല്ലോ ചില സമയങ്ങളിൽ. പിന്നെ ദേവേട്ടനെ പോലെ എനിക്കും ഉണ്ട് വികാരങ്ങളൊക്കെ. എനിക്ക് ഇവിടുത്തെ കൾച്ചറൊന്നും വലിയ ഇഷ്ടമല്ലെങ്കിലും ഞാൻ ചെറുപ്പം മുതൽ അതൊക്കെ കണ്ടല്ലേ വളർന്നത്. അതുകൊണ്ടാവും പരസ്പരം സ്നേഹിക്കുന്ന രണ്ടുപേര് തമ്മിൽ ഒന്ന് കിസ് ചെയ്ത ഒന്ന് തെറ്റാണെന്ന് എനിക്ക് തോന്നാത്തത്. പിന്നെ അന്ന് ദേവേട്ടൻ പറഞ്ഞില്ലേ എനിക്ക് മലയാളികളുടെ സ്വഭാവമാണെന്ന്. സത്യത്തിൽ എനിക്ക് രണ്ടിടത്തെ ആൾക്കാരുടെ സ്വഭാവം ഉണ്ടെന്നാ തോന്നുന്നത്. അതായിരിക്കും കല്യാണത്തിന് മുമ്പ് നമ്മൾ തമ്മിലുള്ള ഇന്റിമസി കൂടുതലാവുമ്പോൾ ഞാൻ ദേവേട്ടനെ തടയാൻ ശ്രമിക്കുന്നത്. ശിവയുടെ നെഞ്ചോട് ചേർന്ന് നച്ചുവും കിടന്നു. ഒരു കൈകൊണ്ട് അവനവളെ ചേർത്ത് പിടിച്ചു. നച്ചുവിനെ എത്രയൊക്കെ സംസാരിച്ചിട്ടും മതിയാവുന്നില്ലായിരുന്നു. പിന്നെ ദേവേട്ടന് നാളെ പോകേണ്ടതാണല്ലോ എന്നോർത്ത് അവൾ തന്നെ ഉറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. തങ്ങളുടെ സന്തോഷത്തോടെയുള്ള ജീവിത സ്വപ്നം കണ്ട് രണ്ടാളും സമാധാനത്തോടെ മെല്ലെ ഉറങ്ങി. രാവിലെ 5 മണിക്കുള്ള ഫ്ലൈറ്റ് ആയിരുന്നു ശിവയ്ക്ക്. എല്ലാവരും കൂടി എയർപോർട്ടിൽ പോകാമെന്നും അതുവഴി ഹോസ്പിറ്റലിൽ പോകാമെന്നും തീരുമാനിച്ചു. നച്ചു ഇന്നലെ ശിവ പറഞ്ഞതൊക്കെ കേട്ട് ഇപ്പൊ കുറച്ചൊക്കെ ഓക്കെ ആയി. എല്ലാവരോടും യാത്ര പറഞ്ഞ് ശിവ എയർപോർട്ടിനുള്ളിലേക്ക് നടന്നു. പിന്നെ വേഗം തിരിച്ചു വന്ന് നച്ചുവിനെ ഒന്ന് ചേർത്ത് നിർത്തി അതുപോലെ മടങ്ങിപ്പോയി. നച്ചു വേഗം അജുവിന്റെ ചുമലിലേക്ക് ചേർന്ന് നിന്നു. പിന്നെ എല്ലാവരും അവിടെ നിന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ നച്ചുവിന് വിഷമാവും എന്ന് അജുവിന് നല്ലോണം അറിയാമായിരുന്നു. ജോലിയൊക്കെ ആയി തിരക്കാവുമ്പോൾ കുറച്ചൊക്കെ അവൾ ഓക്കെ ആകും എന്നുള്ള അവന്റെ തോന്നൽ പോലെ വൈകുന്നേരം ആവുമ്പോഴേക്കും അവൾ ശിവ പോയ വിഷമമൊക്കെ കുറച്ച് മറന്നിരുന്നു. പിന്നീട് അങ്ങോട്ട് നന്ദനും വാസുവും ഹോസ്പിറ്റലൊക്കെ നല്ലതുപോലെ നോക്കി നടത്തുന്ന ആർക്കെങ്കിലും തന്നെ വിൽക്കാനുള്ള ശ്രമത്തിലായിരുന്നു. കുറെ കാലമായിട്ട് അവിടെ തന്നെ ആയിരുന്നതിന് എല്ലാ കാര്യങ്ങളും കുറച്ചുകൂടി എളുപ്പമായിരുന്നു. തങ്ങൾക്ക് നന്നായി അറിയുന്ന ഡോക്ടേഴ്സിന് തന്നെ ഹോസ്പിറ്റൽ വാങ്ങാൻ താല്പര്യമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവർക്ക് സന്തോഷമായി. ഡോക്ടേഴ്സിനാകുമ്പോൾ ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി നന്നായി അറിയാം എന്നുള്ളൊരു തോന്നലായിരുന്നു അതിനുള്ള കാരണം. ഇതിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് കൊണ്ട് നാട്ടിലൊരു ഹോസ്പിറ്റൽ തന്നെ തുടങ്ങാം എന്നുള്ള പ്ലാനായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. ശിവയോട് അതിനുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനും പറഞ്ഞു. ശിവ നാട്ടിൽ ചെന്ന് എല്ലാവരോടും തങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി. അപ്പൂനാണെങ്കിൽ തന്റെ നച്ചുചേച്ചി തന്നെ ഏട്ടത്തിയായി വരുന്നു എന്ന് കേട്ടപ്പോൾ ഏട്ടനോട് പോലും സ്നേഹം കൂടിയ പോലെയാണ് ഇപ്പോ പെരുമാറ്റം. തങ്ങൾ ചെറിയ രീതിയിൽ തുടങ്ങിയതാണെങ്കിലും ഇപ്പൊ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് സൺറൈസ്. അതിന്റെ എല്ലാ വളർച്ചയും തങ്ങൾ 4 പേരുടെയും കഷ്ടപ്പാടാണ്. സോ അത് അർഹതയില്ലാത്ത ഏതെങ്കിലും ബിസിനസ് മൈൻഡ് മാത്രമുള്ള ഒരാൾക്ക് കൊടുക്കാൻ എന്തോ മനസ്സ് വരുന്നില്ലായിരുന്നു അവർക്ക്. കുറച്ച് ചാരിറ്റിയൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് അവർ ചെയ്യുന്നുണ്ടായിരുന്നു. തങ്ങൾക്കറിയുന്ന ആൾക്കാരായതുകൊണ്ട് എല്ലാം ഇതുപോലെ തന്നെ അവർ തുടരും എന്നുള്ള ഉറപ്പ് അവർക്ക് കിട്ടി.
അതോടെ എല്ലാ ലീഗൽ ഫോർമാലിറ്റീസും കഴിഞ്ഞ് ഹോസ്പിറ്റൽ കൈമാറി. അവിടെയുള്ള ബാക്കി പ്രോപ്പർട്ടീസും വീടും ഒക്കെ ഇതുപോലെ നല്ല രീതിയിൽ തന്നെ ഓരോ ആൾക്കാർക്ക് കൈമാറി. ഈ ക്യാഷ് കൊണ്ട് നാട്ടിൽ ഇവിടത്തെ പോലെ ഒരുപോലെയുള്ള 2 വീടുകൾ ഒരേ കോമ്പൗണ്ടിൽ തന്നെ എടുക്കാമെന്നും തീരുമാനിച്ചു. വാസുവിന്റെ അച്ഛനും അമ്മയ്ക്കും നാട്ടിലാണെങ്കിൽ എവിടെയാണെങ്കിലും അവരുടെ കൂടെ താമസിക്കാൻ സമ്മതമായിരുന്നു. തിരുവനന്തപുരത്ത് നന്ദന്റെ ഒക്കെ വീടിനടുത്ത് തന്നെ സ്ഥലം വാങ്ങി വീടെടുക്കാനുള്ള ഏർപ്പാടൊക്കെ ശിവ നന്ദന്റെ നിർദ്ദേശപ്രകാരം ചെയ്തു. നാട്ടിൽ വന്നിട്ട് വീട് പണി തീരുന്നത് വരെ നന്ദനൊക്കെ തറവാട്ടിലും വാസു അവരുടെ നാട്ടിലേക്ക് പോകാനാണ് പ്ലാൻ. അങ്ങനെ നാളെയാണ് നച്ചുവും അജുവും ഒക്കെ ജനിച്ചു വളർന്ന നാട് വിട്ട് എന്നേക്കുമായി ഇന്ത്യയിലേക്ക് വരുന്നത്. അജു, ഡേവിഡിനൊക്കെ എപ്പോഴും കാണാം എന്ന് ഓർക്കുമ്പോൾ സന്തോഷമുണ്ട്. പക്ഷെ ഇവിടത്തേക്ക് ഇനി ഒരു മടക്കയില്ലെന്ന് ആലോചിക്കുമ്പോൾ എന്തോ ഒരു സങ്കടം വരുന്നു. നമുക്കിത് നമ്മുടെ നാട് തന്നെ ആയിരുന്നില്ലേ? സാരമില്ലടി, നമുക്ക് മാത്രമേ ഇത്ര വിഷമം കാണൂ. അവർക്കൊക്കെ അവരുടെ നാട്ടിലേക്ക് മടങ്ങി പോകുന്നത് ഒരുപാട് സന്തോഷമാണ്. എല്ലാവർക്കും സന്തോഷം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വിഷമവും സങ്കടവും നമുക്ക് മറക്കാം. അത് ശരിയാ. പപ്പയും അച്ഛനും ഒക്കെ കുറച്ച് ദിവസമായിട്ട് ഫുൾ ടൈം അവരുടെ നാട്ടിലെ പഴയ കാലമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അമ്മയ്ക്കാണെങ്കിൽ താൻ കാരണമാണ് ഇവിടേക്ക് വന്നത് എന്നൊക്കെയുള്ള ഒരു സങ്കടം എപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ അമ്മ കൂടി ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഇത്രയും നാൾ ഇവിടെ നിന്നത് തന്നെ. നാട്ടിലേക്ക് പോകുന്നതോടെ എല്ലാവരും കൂടി ഒന്നിച്ചുകൂടെ ഉണ്ടാകുമല്ലോ എന്നുള്ള സമാധാനത്തിലാണ് അവര്. കുറെ നാളുകളായി ശിവയ്ക്ക് തന്റെ ബിസിനസ്സും മാമയുടെ ഒക്കെ വീട് പണിയും ഹോസ്പിറ്റൽ തുടങ്ങാനുള്ള ലീഗൽ ഫോർമാലിറ്റീസും ഒക്കെ നിന്ന് തിരിയാൻ പോലുള്ള സമയമില്ലായിരുന്നു. നച്ചു തന്റെ കൂടെ ഇനി എന്നും ഉണ്ടാകുമെന്ന് ഓർക്കുമ്പോൾ ഈ കഷ്ടപ്പാടൊക്കെ ഒന്നും അല്ലെന്ന് തോന്നുന്നു. നാളെ കൂടി കഴിഞ്ഞ് അവരൊക്കെ ഇവിടെ ഉണ്ടാകും. അജു അവന്റെ നാട്ടിലേക്ക് പോകുന്ന വിഷമത്തിലാണ് പെണ്ണ്. വീട് പണി കഴിയുന്നത് വരെ അവനെ കാണാതിരിക്കാൻ പറ്റില്ലെന്നൊക്കെ ഇന്നലെ വിളിച്ചപ്പോ പോലും പറഞ്ഞു. ഇടയ്ക്കൊക്കെ അവിടെ കൊണ്ട് പോകാമെന്ന് പറഞ്ഞപ്പോഴാണ് ഒന്ന് സമാധാനമായത്. അജുവൊക്കെ ഇവിടേക്ക് വരാതെ നേരെ അവരുടെ വീട്ടിലേക്ക് പോയി. ശിവയായിരുന്നു എയർപോർട്ടിൽ നിന്ന് നച്ചുവിനെ ഒക്കെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അജു ഇല്ലാത്തതുകൊണ്ട് തന്നെ നച്ചു ആകെ വിഷമിച്ചിരിക്കുന്നത് കണ്ട് ശിവ അവളെ ഓരോന്നൊക്കെ സംസാരിച്ച് ഓക്കെ ആക്കാൻ നോക്കി. വീട്ടിലെത്തിയ ഉടനെ പപ്പയും അമ്മയും ഒക്കെ ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കാനെന്നും പറഞ്ഞു കിടന്നു. നച്ചുവിനാണെങ്കിൽ അജുവിനെ വിളിച്ചും സംസാരിച്ചിട്ടും തന്റെ വിഷമം മാറിയില്ല. എന്റെ പെണ്ണേ, നീ ഇങ്ങനെ ഇവിടെ ഫുഡൊന്നും കഴിക്കാതെ ഇരിക്കുന്നു എന്നറിഞ്ഞാൽ അജുവിന് വിഷമാവില്ലേ? എനിക്കറിയാം ദേവേട്ടാ, എന്നാലും എന്തോ അവനെ കാണാൻ തോന്നുക. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് നൈറ്റിന് അവനെ കൂടെ കിടത്തണമെന്ന് വല്ലോ നീ പറയോ എന്നാ ഇപ്പൊ എന്റെ പേടി. അതിന് അവന്റെ അപ്പുവിന്റെ ഫസ്റ്റ് നൈറ്റ് അന്ന് തന്നെ ആവില്ലേ? അപ്പൊ അവൻ വരുമോ? വന്നാ നീ കൂട്ടും എന്നാണോ ഇപ്പൊ പറഞ്ഞത്? എന്റെ ദേവേട്ടാ, എന്നെ ഓക്കെ ആക്കാൻ എങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് മൈൻഡ് മാറ്റാൻ നോക്കുകയാണല്ലേ? നിനക്ക് അങ്ങനെ തോന്നിയോ? പിന്നില്ലാതെ എനിക്കറിയില്ല എന്റെ ദേവേട്ടനെ. എങ്കിൽ എനിക്ക് വേണ്ടി നീ വന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സമയം കിടക്കാൻ നോക്ക്. എന്റെ തിരക്കൊന്ന് കുറഞ്ഞാൽ നമുക്കൊരു ദിവസം അജുവിന്റെ വീട്ടിൽ പോവാം. എങ്ങനെയൊക്കെയോ ഒരുവിധം ശിവൻ അജുവിനെ പറഞ്ഞു മനസ്സിലാക്കി. അപ്പു കൂടി വന്നതോടെ അവൾ കുറെ കൂടി ഓക്കെ ആയി. പിന്നീട് എല്ലാവരുടെയും കൂടെ നച്ചു എല്ലാ കാര്യങ്ങൾക്കും കൂടി വീട് പണി നടക്കുന്നിടത്ത് പോയി എല്ലാം നോക്കി അജുവിനെയും വിളിച്ച് പറയലാണ് നച്ചുവിന്റെ ഇപ്പോഴത്തെ മെയിൻ പണി. അതിന് പൂട്ടാപ്പൂ. അപ്പുവിന് ക്ലാസ് ഇല്ലാത്തപ്പോഴൊക്കെ നച്ചുവിനെ അവളുടെ നാടൊക്കെ കൊണ്ട് കാണിക്കും. അവളുടെ ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തൊക്കെ പോകുമ്പോ നച്ചുവിനെയും കൂട്ടും. അങ്ങനെ മുൻപ് വന്നപ്പോൾ നാടൊന്നും കാണിച്ചില്ല എന്നുള്ള പരാതിയൊക്കെ അപ്പു മാറ്റി. ഇനി അജു വന്നിട്ട് തങ്ങൾക്ക് എല്ലായിടത്തും വീണ്ടും പോകാം എന്നൊക്കെയാണ് നച്ചുവിന്റെ പ്ലാൻ. വീട് പണിയൊക്കെ ഏകദേശം കഴിഞ്ഞപ്പോ തന്നെ ശിവയുടെ തിരക്കുകൾ കുറച്ചൊക്കെ കുറഞ്ഞു. എല്ലാ കാര്യത്തിനും അജയും കൂടെ ഉള്ളത് കൊണ്ട് ശിവയ്ക്ക് ജോലിഭാരമൊക്കെ കുറച്ചെങ്കിലും കുറയാൻ അത് സഹായിച്ചു. ശിവ ഇല്ലെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും അജയൻ ചന്ദ്രകുമാറിന്റെ കൂടെ തന്നെ ഉണ്ടാകുമായിരുന്നു. വന്നിട്ടിപ്പോ കുറെ ദിവസം ആയെങ്കിലും എല്ലാ ദിവസവും വീഡിയോ കോളൊക്കെ വിളിച്ച് സംസാരിക്കുന്നതല്ലാതെ അജുവിനെ കാണാൻ പോവാൻ നച്ചുവിന് ഇതുവരെ പറ്റിയിട്ടില്ല. അതിന്റെ ചെറിയൊരു ദേഷ്യം ദേവേട്ടനോട് അവൾക്കുണ്ട്. എങ്കിലും അവന്റെ തിരക്കുകളും തങ്ങളുടെ വീടിനും ഹോസ്പിറ്റലിന്റെ കാര്യങ്ങൾക്കും വേണ്ടി കഷ്ടപ്പെടുന്നതും കാണുമ്പോൾ ഒന്ന് ദേഷ്യപ്പെടാൻ പോലും തോന്നുന്നില്ല എന്നുള്ളതാണ് കാര്യം. രാത്രി നല്ലോണം നേരം വൈകിയത് കാരണം ശിവ പുറത്തുനിന്നും ഭക്ഷണം കഴിച്ചായിരുന്നു വന്നത്. എല്ലാവരും ഉറങ്ങിയത് കൊണ്ട് തന്നെ വേഗം തന്റെ കയ്യിലുള്ള താക്കോൽ വെച്ച് ഡോർ തുറന്ന് കയറി മുറിയിലേക്ക് വന്നു. പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രഷ് ആയി വന്ന് കിടന്നു. ചെറുതായി ഒന്ന് ഉറങ്ങി തുടങ്ങിയപ്പോഴാണ് ആരോ ഡോർ തുറക്കുന്ന പോലുള്ള ശബ്ദം കേട്ടത്. നോക്കുമ്പോ കാണുന്നത് ആരെങ്കിലും കാണുമോ എന്ന് പേടിച്ച് പതുക്കെ ശബ്ദം ഉണ്ടാക്കാതെ വരുന്ന നച്ചുവിനെയാണ്. അവൾ നാട്ടിൽ വന്നിട്ട് ഇതുവരെ കുറച്ച് സമയം പോലും അവളുടെ കൂടെ സംസാരിക്കാൻ പോലും പറ്റിയിട്ടില്ല. മിക്കവാറും അതിന്റെ ദേഷ്യവും പിണക്കവും ഒക്കെ ഉണ്ടാകും പെണ്ണിന്. അതാണ് ഞാൻ ഉറങ്ങിയെന്ന് കരുതി ഈ സമയത്ത് വരുന്നത്. അവനൊന്നും അറിയാത്തതുപോലെ കിടന്നു. അവൾ മെല്ലെ വന്ന് അവന്റെ കൂടെ ബെഡിലേക്ക് കയറി കിടന്നു. മെല്ലെ നെഞ്ചിലേക്ക് തല വെച്ചപ്പോൾ തന്നെ അവളെ അവൻ ചേർത്ത് പിടിച്ചിരുന്നു. ദേവേട്ട ഉറങ്ങിയില്ലേ? എന്തേ, ഉറങ്ങിയെന്ന് കരുതിയാണോ മോളിങ്ങോട്ട് വന്നത്? എനിക്കെന്തോ കാണാൻ തോന്നിട്ടാ. എത്ര നാളായി ഒന്നിങ്ങനെ കിടന്നിട്ട്. നാട്ടിൽ വന്നാൽ എപ്പോഴും കാണാം, അടുത്തുണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ പണ്ടത്തെ അത്ര പോലും സംസാരിക്കാൻ പോലും പറ്റാറില്ല.
എല്ലാം കൂടി തിരക്കായത് കൊണ്ടല്ലേ നച്ചു? എല്ലാം ഒന്ന് തീർന്നു കഴിഞ്ഞ പിന്നെ ഈ പെണ്ണിനെ ഒരു താലി കെട്ടി ഞാൻ കൂടെ കൂട്ടില്ലേ? പിന്നെ എന്നും എന്റെ കൂടെ തന്നെ ഉണ്ടാകും. അത് പോരെ? നമ്മൾ എപ്പോഴാ ദേവേട്ടാ അജുവിനെ കാണാൻ പോകുന്നത്? നച്ചു, അജുവിന് അവിടെ പ്രത്യേകിച്ച് തിരക്കുകളൊന്നും ഇല്ലല്ലോ. നിനക്ക് അവനോട് ഇങ്ങോട്ട് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൂടെ? അവനും കൂടി വന്നാൽ മാമന് ഹോസ്പിറ്റലിന്റെ കാര്യത്തിനൊക്കെ ഒരാൾ ഹെൽപ്പ് ആവുമല്ലോ. അപ്പോനും അവനെ ഒന്ന് കാണാം. നമ്മൾ മാത്രം അങ്ങോട്ട് പോകുന്നതിൽ നല്ലതല്ലേ അത്? ദേവേട്ടൻ പറഞ്ഞതൊക്കെ ശരിയാണ്. ഞാൻ നാളെ ഒന്ന് പറയാം. അവനും ഇങ്ങോട്ട് വരാൻ താല്പര്യമായിരിക്കും. എന്റെ പെണ്ണിന് എന്നെ കാണാതെ വിഷമമായോ? എനിക്കറിയാലോ തിരക്കായത് കൊണ്ടാണെന്ന്. ഞാൻ അപ്പൂന്റെ കൂടെ ഇവിടെ എല്ലായിടത്തും ഇപ്പൊ ഏകദേശം പോയി. ഇനി അജു വന്നിട്ട് വേണം അവനും എല്ലാം കാണിച്ചു കൊടുക്കാൻ. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ തന്നെ ശിവ മെല്ലെ ഉറക്കത്തിലേക്ക് പോകുന്നത് കണ്ട് നച്ചു വേഗം ഒരു പുതപ്പെടുത്ത് അവനെ പുതപ്പിച്ചു കൊടുത്തു. മെല്ലെ അവളുടെ മുറിയിലേക്ക് പോയി. രാവിലെ എഴുന്നേറ്റപ്പോഴാണ് നച്ചു അടുത്തില്ലാന്ന് ശിവ ശ്രദ്ധിച്ചത്. രാത്രി സംസാരിച്ചിരുന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. പിറ്റേന്ന് തന്നെ ശിവ പറഞ്ഞ പോലെ അജുവിനോട് വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അവനും സന്തോഷായി. ഒറ്റയ്ക്ക് അവിടെ ഇരുന്ന് ബോറടിക്കുകയാണെന്ന് പറഞ്ഞു. അജു വരുന്ന കാര്യം നച്ചു അപ്പുവിനോട് പറഞ്ഞില്ല. അവനെ പ്രതീക്ഷിക്കാതെ കാണുമ്പോൾ അവൾക്ക് സന്തോഷാവട്ടെ എന്നും പറഞ്ഞാണ് അങ്ങനെ ചെയ്തത്. രാവിലെ എല്ലാവരും പോയി കഴിഞ്ഞാൽ പിന്നെ നച്ചു, മുത്തശ്ശനും മുത്തശ്ശി മാത്രമേ വൈകുന്നേരം വരെ വീട്ടിലുണ്ടാകും. ആ സമയം അവരുടെ കൂടെ നടന്ന് പഴയ കഥകളൊക്കെ കേൾക്കലാണ് അവളുടെ പണി. പണ്ട് തന്നെ പപ്പയും അമ്മയും വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്ന് പറഞ്ഞ് നച്ചുവിന് അവരോട് ഉണ്ടായിരുന്ന ദേഷ്യമൊക്കെ ഇപ്പൊ പോയി. അവർക്ക് അവരുടേതായ കാരണങ്ങൾ അതിന്റെ പിന്നിലുണ്ടാകുമെന്ന് അവൾക്ക് അവരുടെ സ്വഭാവം അറിഞ്ഞപ്പോൾ മനസ്സിലായി. താൻ ഒരിക്കലും ഇവരുടെ ഭാഗം ചിന്തിച്ചില്ലെന്ന് അവൾക്ക് അപ്പോഴാണ് തോന്നിയത്. എന്നും വൈകുന്നേരം കുളിച്ച് കാവിലും നാഗത്തറയിലും വിളക്ക് വെക്കുന്നത് അവൾ വന്ന അന്നു മുതൽ നച്ചുവാണ്. ആദ്യമൊന്നും വലിയ താല്പര്യമില്ലാതെ ചെയ്തിരുന്ന കാര്യം ഇപ്പോൾ ചെയ്യാൻ അവൾക്ക് വലിയ ഇഷ്ടമാണ്. മുത്തശ്ശി കൊടുത്ത പട്ടുപാവാടയും ധാവണയും ഒക്കെ അവൾ കാവിൽ പോകുമ്പോൾ മാത്രമേ ധരിക്കാറുള്ളൂ. ഇടയ്ക്കൊക്കെ നാഗത്തറയും വിളക്ക് വെക്കുമ്പോൾ കുഞ്ഞു നാഗം വന്ന് കുറെ സമയം അവളെ നോക്കി നിൽക്കും. ആദ്യം കണ്ടപ്പോ പേടി തോന്നിയെങ്കിൽ ഇപ്പൊ കണ്ടില്ലെങ്കിലാണ് വിഷമം എന്ന അവസ്ഥയാണ്. ഒന്നും പ്രാർത്ഥിക്കാറില്ലെങ്കിലും എന്തൊക്കെയോ വെറുതെ അതിനോട് സംസാരിച്ചിരിക്കാൻ നല്ല ഇഷ്ടമാണ്. ഇന്നും അതുപോലെ വന്നപ്പോൾ ശിവയെ കാണാൻ പറ്റാത്തതിന്റെ കൂടെ കുറച്ചു സമയം കൂടെ ഇരിക്കാൻ പറ്റാത്തതിന്റെ പരാതി പറച്ചിലാണ് നടക്കുന്നത്. എന്റെ കുഞ്ഞു നാഗമേ, നിങ്ങൾക്കൊന്നും അറിയണ്ടല്ലോ എന്റെ അവസ്ഥ. അടുത്തുണ്ടാകുമ്പോ എന്നും കാണാമെന്ന് കരുതിയിട്ട് ഇപ്പൊ തീരെ കാണാൻ കിട്ടാതെയായി ദേവേട്ടനെ. നിങ്ങളുടെ ഒക്കെ കൂടി ഉത്തരവാദിത്തമല്ലേ ദേവേട്ടനെ എന്നെ എപ്പോഴും ഒന്നിച്ചിരിക്കാനൊക്കെ സഹായിക്കുക എന്നത്? ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ പ്രിയപ്പെട്ട ലക്ഷ്മിക്ക് നിങ്ങൾ കൊടുത്ത വാക്കല്ലേ അവളുടെ പ്രണയത്തെയും അവളെയും ചേർത്ത് വെക്കുക എന്നുള്ളത്. സത്യം പറഞ്ഞ എനിക്ക് ഈ പുനർജന്മത്തിൽ ഒന്നും വിശ്വാസമില്ല കേട്ടോ. നീ ഇനി ഇത് പോയി നിന്റെ കുടുംബക്കാരോടൊന്നും പറയാൻ നിൽക്കണ്ട. നിന്നെ ഞാൻ എന്നും കാണുന്നതല്ലേ. അപ്പൊ ഒരു ഫ്രണ്ടിനെ പോലെ കണ്ടത് കൊണ്ടാ എന്റെ മനസ്സിലുള്ളത് എല്ലാം പറയുന്നത്. എന്നാലും ചില സമയത്തൊക്കെ തോന്നും ഇതൊക്കെ വിധിയാണെന്ന്. അല്ലെങ്കിൽ ഞാനും എന്റെ ദേവേട്ടനെ കണ്ടുമുട്ടാനും ഇത്രയും സ്നേഹമൊക്കെ പരസ്പരം തോന്നാനും ഒരു സാധ്യതയും ഇല്ലല്ലോ. പണ്ട് ഇതുപോലെ ലക്ഷ്മിയെ നിന്നോട് ഒരുപാട് സംസാരിച്ചു കാണും അല്ലേ? നിനക്ക് ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ എന്നറിയാൻ എന്താ ഒരു മാർഗം? നച്ചു അത് പറഞ്ഞ് ആ കുഞ്ഞുനാഗത്തെ നോക്കിയപ്പോൾ അത് തലയൊന്ന് അനക്കിയതുപോലെ തോന്നി അവൾക്ക്. അവളുടെ കണ്ണുകൾ രണ്ടും വിശ്വസിക്കാൻ പറ്റാത്ത എന്തോ കണ്ടതുപോലെ ഒന്ന് വിടർന്നു. നീ ശരിക്കും എന്നോട് പറഞ്ഞതാണോ നിനക്ക് മനസ്സിലാവുന്നുണ്ടെന്ന്? അല്ലേലും നിങ്ങൾക്കെല്ലാം മനസ്സിലാവുന്നത് കൊണ്ടായിരിക്കില്ലേ ലക്ഷ്മിയുടെ സങ്കടമൊക്കെ മനസ്സിലാക്കി അവളെ അനുഗ്രഹിച്ചത്? ഇതൊക്കെ കാണുമ്പോൾ എനിക്കും കുറച്ചൊക്കെ വിശ്വാസം വരുന്നുണ്ട് എന്നാ തോന്നുന്നത്. എല്ലാ ദിവസവും ഒന്നും എനിക്ക് വിളക്ക് വെക്കാൻ വരാൻ കഴിയില്ല എന്നറിയാലോ. സോ ഞാൻ വരുന്ന ദിവസങ്ങളിൽ നീ ഇതുപോലെ വന്ന് എന്റെ കൂടെ നിൽക്കണേ. ഞാൻ പോട്ടെ, ഇപ്പൊ തന്നെ വൈകി. മുത്തശ്ശി പേടിച്ചിരിക്കുകയായിരിക്കും എന്നെ കാണാഞ്ഞിട്ട്. ഞാൻ നാളെ വരാവേ എന്നും പറഞ്ഞ് നച്ചു ഓടി തറവാട്ടിലേക്ക് പോയി. അത്രയും നേരം അവൾ പറയുന്നതൊക്കെ കേട്ടു നിന്ന കുഞ്ഞുനാഗം മെല്ലെ ഇഴഞ്ഞു പോയി. മുത്തശ്ശിയുടെ കുട്ടി ഇത്രയും നേരം എവിടെയായിരുന്നു? ഞാൻ പേടിച്ചു പോയി കാണാഞ്ഞിട്ട്. ഞാൻ എന്നും പോകുന്നതല്ലേ മുത്തശ്ശി, പിന്നെന്തിനാ പേടിക്കുന്നേ? എന്നാലും ഇരുട്ടാകുമ്പോ എന്തോ മനസ്സിലൊരു ആദിയാണ്. അവിടെ എന്നെ ആരും ഒന്നും ചെയ്യില്ല. പിന്നെ കുഞ്ഞുനാഗം എന്നും വരും ഞാൻ വിളക്ക് വെക്കുമ്പോ. അതിനോട് സംസാരിച്ചിട്ടാണ് ഞാൻ വൈകുന്നത്. ഞാൻ പറയുന്നൊക്കെ അതിന് മനസ്സിലാവുന്നുണ്ട് മുത്തശ്ശി. ഞാൻ ലക്ഷ്മിയുടെ പുനർജന്മം ആയതുകൊണ്ടാവുമോ മുത്തശ്ശി അതിനെന്നോട് ഇഷ്ടം? മോൾക്ക് ഇതൊക്കെ കാണുമ്പോ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കരുതിക്കോ. എനിക്കിതൊക്കെ ഇപ്പൊ ഒരുപാട് സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ആരെയും ഉപദ്രവിക്കുന്ന സങ്കടപ്പെടുത്തുന്ന ഒന്നും ഇല്ലല്ലോ മുത്തശ്ശിയുടെ കുട്ടി. അതുകൊണ്ട് തന്നെ മോൾക്ക് നല്ലതേ ഈശ്വരമ്മ വരുത്തൂ. കുറെ ദൈവവിശ്വാസം ഉണ്ടായിട്ട് എന്താ കാര്യം? നമ്മൾ കാരണം ആരെങ്കിലും ഒക്കെ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ പുണ്യം. അങ്ങനെയുള്ളവരെ ദൈവത്തിന് ഒരുപാട് ഇഷ്ടമായിരിക്കും. രാത്രിയിലെ ഭക്ഷണം ഒന്നിച്ചായിരുന്നു കഴിക്കുന്നത്. പരസ്പരം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പോലും ഇപ്പൊ കുറെ നാളുകളായിട്ട് ആ ഒരു സമയം മാത്രമേ എല്ലാവർക്കും കിട്ടാറുള്ളൂ. നന്ദാ, കുട്ടികളുടെ കാര്യം ഇനിയും ഇങ്ങനെ ഒന്നും നോക്കാതെ നീട്ടിക്കൊണ്ട് പോണോ? എന്തേ അമ്മ ഇപ്പൊ പെട്ടെന്ന് ഇത് പറയാൻ? ഞാൻ കുറെ ദിവസമായിട്ട് ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നു. പെട്ടെന്ന് നടത്തുന്നില്ലെങ്കിലും എല്ലാം ഒന്ന് നോക്കി നിശ്ചയെങ്കിലും നടത്തി വെച്ചൂടെ?
വീടിന്റെ പണി കഴിഞ്ഞിട്ട് മതി എന്നാ എനിക്ക്. അപ്പൊ നാലാളുടെ ഒന്നിച്ച് തന്നെ നടത്താലോ. അജുവിന്റെ ഇവളുടെ കല്യാണമൊക്കെ ഒന്നിച്ച് മാത്രമേ നടത്തൂ എന്ന് പണ്ടേ ഞങ്ങൾ തീരുമാനിച്ചതാണ്. അവരുടെ വീട് പണി പൂർത്തിയാകാതെ ഇങ്ങോട്ട് താമസം മാറാൻ പറ്റില്ലല്ലോ. ഹോസ്പിറ്റലിന്റെ കാര്യങ്ങളും കുറച്ചൊക്കെ ഒന്ന് ശരിയായിട്ട് നമുക്ക് വിവാഹത്തിന്റെ കാര്യങ്ങൾ നോക്കാം. അല്ലെങ്കിൽ എല്ലാ തിരക്കിന്റെയും ഇടയ്ക്ക് എന്റെ മോളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള കാര്യം എനിക്ക് നല്ല രീതിയിൽ നോക്കി നടത്താൻ കഴിഞ്ഞില്ലെങ്കിലോ എന്നൊരു പേടിയുണ്ടമ്മേ. എങ്കിൽ പിന്നെ അങ്ങനെ ചെയ്യുന്നതാവും നല്ലത്. അങ്ങനെ മതി മുത്തശ്ശി. അജുവിന്റെ എന്റെ ലൈഫിൽ എന്ത് ഇമ്പോർട്ടന്റ് കാര്യമുണ്ടെങ്കിലും ഞങ്ങൾ ഒന്നിച്ചാണ് നടത്താറ്. ഇപ്പൊ തന്നെ എത്ര ദിവസമായി അവനെ ഒന്ന് കണ്ടിട്ട്. അവരൊക്കെ ഇവിടെ വന്നിട്ട് നമുക്ക് എല്ലാം ആലോചിക്കാം. മുത്തശ്ശിയുടെ കുട്ടിക്ക് അങ്ങനെയാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ മതി. ഈ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ ഇപ്പൊ നച്ചു ചേച്ചിയെ മതി. നമ്മളൊക്കെ പുറത്തായി എന്നാ തോന്നുന്നത് ശിവേട്ടാ. എന്റെ അപ്പൂ, ഇത്രയും നാൾ അവളുടെ സ്നേഹം കൂടി നിങ്ങൾക്കല്ലേ തന്നത്. ഇനിയെങ്കിലും അവൾക്ക് കൂടി കുറച്ച് കൊടുക്കട്ടെ. അച്ഛനും ഇപ്പൊ മരുമോളാകാൻ പോകുന്നോണ്ട് നച്ചു ചേച്ചിയുടെ സ്നേഹം കുറച്ച് കൂടിയില്ലേ എന്നെനിക്കൊരു സംശയമില്ലാതില്ല. ആരൊക്കെ എന്നെ സ്നേഹിച്ചാലും എനിക്കിവിടെ ഏറ്റവും ഇഷ്ടം എന്റെ ഈ അപ്പുക്കുട്ടനെയാണെന്ന് പറഞ്ഞ് നച്ചു അവളെ കെട്ടിപ്പിടിച്ചു. ആദ്യം ഒന്ന് എല്ലാരും നോക്കി ചിരിച്ചെങ്കിലും പെട്ടെന്ന് അപ്പു നച്ചുവിനെ നോക്കി മുഖം വേർപ്പിച്ചു. അങ്ങനെ വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അത് ഞാൻ ഓർത്തില്ല മോളെ, ഇനി വിളിക്കില്ല കേട്ടോ. നീ അല്ലേടി ഇവിടത്തെ കുഞ്ഞുകുട്ടി. അപ്പൊ നിന്നോട് എല്ലാവർക്കും ഒരു പൊടിക്കെങ്കിലും സ്നേഹം കൂടുതൽ ഉണ്ടാവില്ലേ? ശിവ ഇത് പറഞ്ഞു കേട്ടതും അപ്പോഴും സന്തോഷായി. അവൾ ഓടിപ്പോയി അവനെ കെട്ടിപ്പിടിച്ച് കവളിൽ ഉമ്മ വെച്ചു. ഇവളുടെ കൂടെ നടന്ന് നിനക്ക് നച്ചുവിന്റെ സ്വഭാവം കിട്ടിയോ അപ്പു? അപ്പൊ ശിവേട്ടനും നച്ചു ചേച്ചിയുടെ അടുത്തുനിന്ന് ഇതുപോലെ കുറെ കിട്ടിയിട്ടുണ്ട് അല്ലേ? ഇത് കേട്ടതും എല്ലാരും കൂടി നച്ചുവിനെയും ശിവയും കളിയാക്കി ചിരിച്ചു. എല്ലാവരും ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് അവരുടെ റൂമിലേക്ക് പോയി. എനിക്ക് കിട്ടുന്ന മാത്രം സ്പെഷ്യൽ ആണെന്ന് എല്ലാവരോടും പറയട്ടെ നച്ചു. ദേവേട്ടാ, ചുമ്മാ ഓരോന്നും പറയാതെ. എന്തെങ്കിലും കേട്ടാ പിന്നെ അപ്പൂന് അത് മതി എന്നെ കളിയാക്കാൻ. വാ ഇങ്ങോട്ട്. ഇനി ഇവിടെ ഇരുന്ന് ദേവേട്ടന് പലതും പറയാൻ തോന്നും. രണ്ടാളും കൂടി പോയി ബാൽക്കണിയിലിരുന്നു. ഞാൻ പറഞ്ഞ സത്യമല്ലേ, അന്ന് നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോ ഏത് കോലത്തിലാണ് മോൾ എന്നെ കെട്ടിപ്പിടിച്ചതെന്ന് മറന്നിട്ടില്ലല്ലോ. അതൊക്കെ എന്റെ സന്തോഷം കൊണ്ടല്ലേ.